നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബോളിവുഡ് നടൻ സൽമാൻ ഖാന്റെ വീടിന് നേരെ വെടിവെയ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തു. ഏപ്രിൽ 26-ാം തീയതി പഞ്ചാബിൽ നിന്നും അറസ്റ്റ് ചെയ്ത കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായിട്ടുള്ള അനൂജ് തപൻ എന്ന 32-കാരനാണ് മരണപ്പെട്ടത്. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും രക്ഷിക്കാനായി കഴിഞ്ഞിരുന്നില്ല. ഗുരുതരമായ പരിക്കുകളോടെയാണ് അനൂജിനെ കണ്ടെത്തിയതെന്നും ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെന്നുമാണ് മുംബൈ പോലീസ് പറയുന്നത്. 2 പേർക്ക് ആയുധം വിതരണം ചെയ്ത 2 പേരിൽ ഒരാളാണ് തപരത്ത് പറയുന്നത്. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ ഉടനെ തന്നെ മുംബൈ GT ഹോസ്പിറ്റലിൽ എത്തിച്ചുവെങ്കിലും ഗുരുതരാവസ്ഥ അങ്ങനെ തന്നെ തുടർന്നതുകൊണ്ടാണ് പിന്നീട് മരണം സംഭവിച്ചത്. ഏപ്രിൽ 14-ാം തീയതിയാണ് നടൻ സൽമാൻ ഖാന്റെ മുംബൈയിലെ മെട്രോപോളിസിലെ ബാന്ദ്രയിലെ വീടിന് പുറത്ത് വെടിവെയ്പ് നടന്നത്. തുടർന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വിക്കി ഗുപ്ത എന്ന 24-കാരൻ, സാഗർപാൽ എന്ന 21-കാരൻ, സോനു കുമാർ ചന്ദ്ര ബിഷ്ണോയി എന്ന 37-കാരൻ, അനൂജ് തപൻ എന്ന 32-കാരൻ എന്നിങ്ങനെ 5 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത്. ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയിയുടെ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അനൂജ് ഉൾപ്പെടുന്ന ഈ സംഘം വെടിവെയ്പ് നടത്തിയതെന്നാണ് മനസ്സിലാക്കിയത്. ലോറൻസ് ബിഷ്ണോയി ജയിലിലാണെങ്കിൽ പോലും ഇയാളുടെ സഹോദരൻ അൽമോൽ നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് വെടിവെയ്പ് സംഘം പ്രവർത്തിച്ചത്. അൻമോലാണ് ഇവരെ വാടകയ്ക്കെടുത്ത് വെടിവെക്കാനായി പറഞ്ഞുവിട്ടത്. പുലർച്ചെ 5 മണിയോടെയാണ് ബാന്ദ്രയിലെ സൽമാൻ ഖാന്റെ വീടായ ഗാലക്സി അപ്പാർട്ട്മെന്റിന് മുന്നിലെത്തി ബൈക്കിലെത്തിയ 2 പേർ വെടിവെയ്പ് നടത്തിയത്. തുടർന്ന് പ്രതികൾ സംഭവസ്ഥലത്തു നിന്നും വേഗത്തിൽ തന്നെ രക്ഷപ്പെടുകയായിരുന്നു. സംഭവം നടക്കുന്ന സമയത്ത് സൽമാൻ ഖാൻ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് മുംബൈ പോലീസും പറയുന്നത്. അക്രമികൾ പള്ളിക്ക് സമീപത്ത് വാഹനം ഉപേക്ഷിച്ച് കുറച്ചു ദൂരം നടന്ന് പിന്നീട് ഓട്ടോറിക്ഷയിൽ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതായി CCTV ദൃശ്യത്തിലൂടെ കണ്ടെത്തി. വെടിവെയ്പ് നടത്തി സൽമാൻ ഖാനെ ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശം മാത്രമാണ് ഈ സംഘത്തിനുണ്ടായിരുന്നത്. ജീവഹാനി വരുത്തുക എന്നൊന്നും തന്നെ ഇവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നില്ല. ഇതിനായി 1 ലക്ഷം രൂപ പ്രതിഫലവും പറഞ്ഞുറപ്പിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഗാലക്സി അപ്പാർട്ട്മെന്റിലെ ആദ്യ നിലയിലാണ് ഒരു ബുള്ളറ്റ് പതിച്ചത്. വിദേശ നിർമ്മിത തോക്കാണ് ഈ അക്രമികൾ ഉപയോഗിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുംബൈ ക്രൈംബ്രാഞ്ചിനാണ് കേസിന്റെ അന്വേഷണം നിലവിലുള്ളത്. 10 പേരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപവൽക്കരിച്ചിരുന്നു. നിലവിൽ Y+ കാറ്റഗറി സുരക്ഷ കിട്ടുന്ന ഒരു വ്യക്തി കൂടിയാണ് സൽമാൻ ഖാൻ. ജീവനാപത്തുണ്ടെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. വെടിവെയ്പ്പിന് പിന്നിൽ ലോറൻസ് ബിഷ്ണോയി സംഘമാണെന്നുള്ള കാര്യം അന്നേ സ്ഥിരീകരിച്ചിരുന്നു. ബിഷ്ണോയുടെ സംഘത്തെ നയിക്കുന്ന രാജസ്ഥാനിലെ രോഹിത് ഗോദ്രയാണ് ആസൂത്രകനും. സൽമാൻ ഖാൻ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയ സംഭവമാണ് ലോറൻസ് ബിഷ്ണോയി ടീമിന്റെ വിരോധത്തിന് പ്രധാന കാരണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.